ഗുരുപാദങ്ങളിൽ പ്രണാമം. എല്ലാവർക്കും നമസ്കാരം. അറിവഹമെന്നതു രണ്ടുമേകമാം ഒരു മഹാവാക്യമാണിത്. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ തുടങ്ങിയ മഹാവാക്യങ്ങൾക്ക് തുല്യമായ ഗുരുത്വമുള്ള ഒരു മഹാവാക്യം. ഐതരേയോപനിഷത്തിൻ്റെയും ബൃഹദാരണ്യകോപനിഷത്തിൻ്റെയും ഛാന്തോഗ്യോപനിഷത്തിൻ്റെയും മാണ്ഡൂക്യോപനിഷത്തിൻ്റെയും എന്ന പോലെ ആത്മോപദേശശതകം എന്ന ഉപനിഷത്തിൻ്റെ സാരമായിരിക്കുന്ന മഹാവാക്യം അറിവഹമെന്നതു രണ്ടുമേകമാം. ആത്മസത്യം അഥവാ തന്നിൽ പൊരുളായിരിക്കുന്ന പരമമായ സത്യം എന്തെന്ന് അന്വേഷിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഉപദേശമാണ് ആത്മോപദേശശതകം എന്ന ആധുനിക ഉപനിഷത്തിൻ്റെ ഉള്ളടക്കം. അതിലെ 99-ാമത്തെ ശ്ലോകത്തിലെത്തുന്നു. അറിവഹമെന്നതു രണ്ടുമേകമാം ആവരണമൊഴിഞ്ഞവന് അന്യനുണ്ടു വാദം. അറിവിനെ വിട്ട് അഹമന്യമാകുമെന്നാൽ അറിവിനെയിങ്ങറിയാനുമാരുമില്ല. സുദീർഘമായ ആത്മാന്വേഷണത്തിൻ്റെ പരിസമാപ്തിയാണിത്. അറിവിലും ഏറിയ അറിവിലേക്ക് അഥവാ ആനുഭൂതികമായൊരു തിരിച്ചറിവിലേക്ക് സാധകൻ എത്തിച്ചേരുകയാണ്. അവിടെയാണ് ഈ മഹാവാക്യത്തിന് പരമഗുരു കൽപ്പിച്ച് സ്ഥാനം നൽകിയിട്ടുള്ളത്. താനാകുന്ന ആത്മസത്യം സച്ചിദമൃതം തന്നെയെന്ന് തെളിഞ്ഞ് ധീരനായി ഓംകാരത്തിൽ മൃദുവായി അമരുമ്പോഴുള്ള അനുഭൂതിയാണ് ഈ മഹാവാക്യത്തിൻ്റെ ചൈതന്യമായിരിക്കുന്നത്. സുഘടിതമായ ശില്പചാതുരിയോടെയാണ് ഗുരു ആത്മോപദേശശതകം രചിച്ചിരിക്കുന്നത്. ആത്മസത്യം എന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ ആദ്യം പറയുന്നു, അതൊരു കരുവാണ്. അറിഞ്ഞിടുന്നവൻ്റെ ഉള്ളിലും ഒത്ത് പുറത്തും ഉജ്ജ്വലിക്കുന്ന സ്വഭാവത്തോട് കൂടിയതാണ് അത് പഠിച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ അറിയുന്നവൻ്റെ രൂപത്തിലും അറിവിന് വിഷയമായിരിക്കുന്ന സകല പ്രപഞ്ചത്തിൻ്റെ രൂപത്തിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആ അറിവ് എന്ന ആ വലിയ അറിവിലുമേറിയ അറിവിൽ നാം എത്തിച്ചേരുന്നു. അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകിലില്ല അറിവും പ്രകാശമാത്രം. അറിവറിയുന്നവനെന്നു രണ്ടുമോർത്താൽ ഒരു പൊരുളാം ഇതിലില്ല വാദമേതും. എൻ്റേത് എന്ന് കരുതിയിരുന്നതിനെ എല്ലാം ഒഴിവാക്കി നോക്കിയാൽ ഒടുവിലെത്തിച്ചേരുന്ന കേവലമായ ഞാൻ ഒരു പ്രകാശമാത്രമായ സംഗതിയാണെന്ന് ബോധ്യപ്പെടും. ആ പ്രകാശം അറിവിൻ്റെ പ്രകാശമാണ്. അറിവ്, അറിയുന്നവൻ എന്ന രണ്ടില്ല, ഒറ്റ പൊരുൾ മാത്രമേ ഉള്ളൂ. അതിൽ വാദത്തിൻ്റെ കാര്യമേയില്ല. അഹം എന്ന ബിന്ദുവിൽ നിന്നു തുടങ്ങി നേരിട്ട് കാണാവുന്നതും ചിന്തിച്ചറിയാവുന്നതും സങ്കല്പിക്കാവുന്നതും അതിനുമപ്പുറം അറിവിന് പുറത്തുള്ളത് എന്ന അറിവിൽ മാത്രമുള്ളതും ഒക്കെയും ചേർത്ത് നോക്കിയാൽ അത് അനന്തമായ പരിധിയില്ലാത്തതായ ഒരു വൃത്തമാണെന്ന് ബോധ്യപ്പെടും. വൃത്തപരിധി അനന്തതയാകുമ്പോൾ അതിൻ്റെ കേന്ദ്രമായ അഹം എവിടെയുമാകാം. കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് അഹം എന്ന് പറയുമ്പോഴും പരിധിയിലേക്ക് നോക്കി എല്ലാം കൂടിച്ചേർത്ത് ഒന്നാക്കി നിർത്തി അറിവ് എന്ന് പറയുമ്പോഴും എല്ലാം ഒന്നിനെപ്പറ്റി മാത്രമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അറിയുന്നവൻ തന്നൊരുവായും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കുകയും ചെയ്യുന്ന കരു തന്നെയാണ് ആ അറിവെന്ന് അറിയണം. ആ അറിവിനെ അറിയുന്നത് മൗന ഘനാമൃതാബ്ദിയിൽ ആണ്ട് മുഴുകുന്ന ഒരനുഭൂതി മാത്രമാണെന്ന് അറിയണം. ആ അനുഭൂതിയിൽ എത്തിച്ചേരുന്നതിന് മനനം തുടർന്നുകൊണ്ടേയിരിക്കുക.
അതിന് തുണയായിരിക്കട്ടെ ഈ മഹാവാക്യം. അറിവഹമെന്നതു രണ്ടുമേകമാം. ഓം നമസ്കാരം.